ജംഷാദ് തോണ്ടുന്ന ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് മാനു എടുത്ത് ചോദിച്ചിട്ടുണ്ടായി. അപ്പൊ ആ സമയത്ത് മാനു പറഞ്ഞത് റിഫാന്റെ ഫ്രണ്ടാണ് ഈ ജംഷാദ് എന്ന്. അപ്പോ മാനുവിന് ഇഷ്ടമല്ല ജംഷാദ് ഇവരെ കൂടെ. ഒരു 2 റൂമിലായിട്ട് ഇവർ താമസിച്ചത് ദുബായില്. 2 BHK പോലത്തെ ഒരു 2 റൂമിലാണ് ഇവർ താമസിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു സമയത്ത് ഇതുപോലെ മാനുവിന് ഇഷ്ടമല്ല ജംഷാദിനെ റൂമിൽ കാണുന്നതൊന്നും ഇഷ്ടമല്ല. ഇവളുടെ ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ചിലപ്പോൾ ഇവളോട് തോണ്ടിയപ്പോ ഇവള് മനഃപൂർവ്വം പറയാത്തതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ആ ഒരു തോണ്ടിയ കേസ് പറഞ്ഞത്. പിന്നെ തല്ലിയ കേസൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവള് ചിലപ്പോൾ വെറുതെ പറഞ്ഞതായിരിക്കും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചോദിക്കാൻ അയാൾ ഈ ലോകത്തില്ലല്ലോ. ഇപ്പോഴുള്ള കാര്യങ്ങൾ റിഫാക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് പുള്ളിനെ നല്ല തളർത്തി. മെഹനാസിന്റെ ഫാമിലി ആയിട്ട് സഫ അറ്റാച്ച്ഡ് ആയതിനു ശേഷം എന്തെങ്കിലും ഒരു കാര്യം റിഫയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടില്? ഉമ്മയായിട്ട് സംസാരിക്കും. ഇപ്പൊ പറഞ്ഞത് ഇതുപോലെ റിഫക്ക് തെറ്റി പറ്റിയിട്ടുണ്ട്. റിഫ ഉമ്മാടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഉമ്മ എനിക്ക് തെറ്റി പറ്റി എന്നൊരു വാർത്ത ഉമ്മാടുത്ത് പറഞ്ഞെന്നാ പറഞ്ഞെ. പിന്നെ റിഫ ഇതുപോലെ ഫോൺ വിളിക്കണതൊക്കെ ഉമ്മ കണ്ടെന്നാ പറഞ്ഞെ. അവര് അതുപോലെയാണ് റിഫാനെ നോക്കിയെന്നും പറഞ്ഞിട്ടുണ്ട്. സത്യം നമുക്കറിയില്ല, ഇത് കേട്ടില്ല, ഞാൻ കേട്ടതാണ്. ഒരു ഉമ്മ പറയുമ്പോൾ നമ്മെല്ലാം വിശ്വസിക്കുമല്ലോ. അതെ. അപ്പോ അപ്പു സഫയ്ക്ക് മെഹനാസിനോട് തോന്നിയ ഒരു ഇഷ്ടം എന്തായിരുന്നു? ഒരു സഹതാപമായിരുന്നോ? സഹതാപം ഉണ്ടായിരുന്നു. തെറ്റ് ചെയ്യാണ്ട് കുറ്റക്കാരനായി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ഒരു സാഹചര്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും അനുഭവിച്ചിട്ട് വന്ന് നിൽക്കുമ്പോൾ സഫയ്ക്ക് എന്താ തോന്നുന്നത്? റിഫ ചെയ്തതിൽ കാര്യം ഉണ്ടാവാം, അല്ലെങ്കിൽ റിഫയുടെ ഭാഗത്തൊന്നും തെറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്കിപ്പോ തോന്നുന്നത് ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മുടെ പാർട്ട്ണർ നമ്മളോട് പെരുമാറണമെങ്കിൽ നമ്മള് സ്വാഭാവികം മേ ബി ഒരു റിലേഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് മാനുവിന്റെ. സഫയുടെ 3ാമത്തെ ഒളിച്ചോട്ടമാണ് ഇത് എന്നുള്ള കാര്യം. 3ാമത്തെ ആണോ ഇത്? 3ാമത്തത് ഫസ്റ്റത്തെ അറേഞ്ച് മാരേജ് ആയിരുന്നു. സെക്കൻഡ് ഇതുപോലെ ഒളിച്ചോട്ടല്ല, വീട്ടിൽ വന്ന് ചോദിച്ചു, പാപ്പിച്ച് നിക്കാഹ് ചെയ്തളഞ്ഞു. അപ്പൊ ഇതിനു മുമ്പ് മെഹനാസിന്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെ ആയിരുന്നോ? മുന്നേ നമ്മള് കണ്ടുമുട്ടി പരിചയപ്പെട്ട സമയത്ത് ഈ ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, എന്റെ മുന്നത്തെ ഹസ്ബൻഡ് എന്നെ ഒരു പിച്ചിട്ട് പോലും എന്നെ ദേഹത്ത് നോവിച്ചിട്ടില്ല, ശരീരഭാഗത്ത് ഒരു നോവിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വെച്ചിട്ട് ഇതിലേക്ക് വരുമ്പോ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടല്ലോ. നമുക്ക് ആദ്യത്തെ അനുഭവം, എന്റെ ബാബ്ജി പോലും നമ്മളെ തല്ലിയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു തല്ല് നമുക്ക് കിട്ടിയിട്ടില്ല. 2 വർഷം എടുത്ത ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാനാണോ? ഇപ്പോഴും എന്ത് ക്യാരക്ടർ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഈ അടുത്ത് വരെ പ്രശ്നം നടക്കുമ്പോ ഇടക്ക് വിളിച്ചിട്ട് കരയും, എനിക്ക് നിന്നെ കാണാൻ തോന്നുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോ ദേഷ്യപ്പെടും, നിനക്ക് ഞാൻ കാണിച്ചു തരാടി, നീ ഇന്ന് അറിയൂ എന്റെ സ്വഭാവം എന്താ, അങ്ങനെ പറയും. കുറച്ച് കഴിയുമ്പോ വേറൊരു സ്വഭാവം. അങ്ങനെ പെട്ടെന്ന് ക്യാരക്ടർ മാറുന്ന ഒരു വ്യക്തി. മെഹനാസ് എന്തെങ്കിലും ചെയ്യും എന്നുള്ള ഒരു പേടിയുണ്ടോ? ഉണ്ട്. ഈ അടുത്ത് മിനാന്നൊരു ഭീഷണി ഉണ്ടായിരുന്നു, അവളവിടെ ഒറ്റക്കല്ലേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുട്ടിയായിട്ട് ഒറ്റക്കുള്ളതുകൊണ്ട് പേടി. കാരണം അത്രയും ടൈറ്റുള്ള ലോക്ക് തല്ലി പൊട്ടിച്ച് കയറണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ അടിയത്തെ കുറ്റി തുറന്ന് കയറാൻ പറ്റും. മാനു ദേഷ്യം വന്ന മാനു അല്ല. മാനു എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദേഷ്യം വന്ന ഞാനല്ല അതൊന്നും ആ ദേഷ്യം കാണിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും എടുത്ത് എറിഞ്ഞ എന്തെങ്കിലും കുട്ടിക്ക് ബാധിക്കും ഓർത്തിട്ട് എനിക്ക് ഏറ്റവും ടെൻഷൻ. 8 മാസമുള്ള മോനെയും കൊണ്ടിട്ടാണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ? അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മീൻസ് മാനു ഊബർ ഓടിക്കാൻ പോകുമ്പോഴൊക്കെ രാവിലെ ഒറ്റയ്ക്ക് തന്നെ നിൽക്കാറ്. മാനു ഉള്ള സമയത്ത് കുറച്ചു നേരം ഒന്ന് കുട്ടീനെ കൊടുത്ത് ഒന്ന് നോക്കുന്ന പറഞ്ഞാൽ പറയും, നീ ഒറ്റയ്ക്കുള്ളപ്പോ നീ എന്താക്കല് കൊച്ചിനെ, അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയും. കുട്ടിയായിട്ട് ഒറ്റയ്ക്കുള്ളപ്പോ എല്ലാരും പറയും, മാനു ഉണ്ടായിട്ട് പോലും മാനു എന്തോന്ന് കൊച്ചിനെ എടുക്കാത്തെന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരുപാട്. ഫസ്മിനയ്ക്ക് സഫേനോട് എന്തായിരിക്കും ഒരു ദേഷ്യം? മേ ബി അവൾക്ക് ചിലപ്പോ ലല്ലുവായിട്ട് പിരിഞ്ഞാലും ഒരു ഹസ്ബൻഡ് വേറൊരു പെണ്ണായിട്ട് പോകുമ്പോ ഒരു ഇതുണ്ടാവുമല്ലോ. മേ ബി അത് വെച്ചിട്ടായിരിക്കും. ഇതുപോലെ മുന്നേ ഫസ്മിനെ എന്നെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കുമല്ലോ. മീൻസ് അവള് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്മിനായിട്ട് ഞാൻ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ മാനു എന്റെ അടുത്ത് പറഞ്ഞത്, അവളായിട്ട് നീ കമ്പനി വെക്കണ്ട, അവള് വേറെ കുറെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തൊപ്പീന്റെ ഫ്രണ്ടാന്ന് ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ച് എനിക്ക് റെക്കോർഡ് കേൾപ്പിച്ചു തന്നു. ഫസ്മിനായിട്ട് അടുത്ത് കൂടണ്ടാന്ന് പറഞ്ഞേക്ക്, തൊപ്പിട്ടിട്ട് പോയത് കുറെ കാരണങ്ങളുണ്ട്, അപ്പൊ അവളുടെ അടുത്തൊക്കെ അധികം കൂടണ്ട എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാനു. അത് എന്നിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ ഞാൻ ഫസ്മിന്റെ അടുത്ത് പറഞ്ഞു, മാനു വരെ നിന്റെ ക്യാരക്ടർ നീ ഇതൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞ ഒരാളാണ് മാനു, ഇപ്പൊ നിങ്ങൾ രണ്ടാളും ഒരു കെട്ടായല്ലേ എന്ന് പറഞ്ഞ മാനു അങ്ങനെ പറയൂല എന്നൊരു വാക്ക് പറഞ്ഞു ഫസ്മിന. കേസിന് ശേഷം ഇപ്പൊ ലല്ലു വിളിച്ചു, ലല്ലു ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് കേസിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ കാര്യങ്ങളല്ലാതെ ലല്ലു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നോ? വേറെ ഒന്നും പറഞ്ഞില്ല. ഞാനപ്പോ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളുടെ കൂടെ എങ്ങനെ നീ ജീവിച്ചു എന്ന് വെച്ചപ്പോ പറഞ്ഞു, അതാണ് ഇവളുടെ ക്യാരക്ടർ. മീൻസ് കുറെ കാര്യങ്ങൾ ഇവരുടെ ഇടയിലും ഉണ്ട്, അവന്റെ കയ്യിലും കുറെ കാര്യങ്ങളും തെളിവുകളൊക്കെ ഉണ്ട്. പിന്നെ അവൻ ഇടാത്തത് അവനും കേസായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അവന് ആദ്യം മുന്നൊന്നും ഇല്ലല്ലോ, ഇവള് വന്നതിന് ശേഷമല്ലേ വന്നത്. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കാനും പുള്ളിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്.
ഈ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരോട് സഫയ്ക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് ഇപ്പൊ അതല്ലേ പറയാനും പറ്റുള്ളൂ. ഇപ്പൊ അത് ഓരോരുത്തർ പറയണ അനുസരിച്ചല്ലേ അവർക്കും. അത് തന്നെയാണ് ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ. മനുഷ്യന്മാരല്ലേ.